साथियों, केरला में सबको ये पता है कि एलडीएफ और यूडीएफ दोनों ने केरला में शिक्षा व्यवस्था की क्या हालत की है। सबको पता है कि केरला के मेरे गरीब और मिडिल क्लास परिवारों के बच्चों को हायर एजुकेशन में कितनी दिक्कत आती है। हमारा तीसरा कार्यकाल केरला में शिक्षण संस्थानों की स्थिति को और अच्छा करने पर केंद्रित होगा। इससे हमारे सामान्य परिवार के बच्चों के लिए नए रास्ते बनेंगे। इदाणु मोदीयुडे ग्यारंटी। हमारा तीसरा कार्यकाल सेमीकंडक्टर से ग्रीन हाइड्रोजन तक तरक्की के नए क्षेत्र खोलने का कार्यकाल होगा। इससे केरला के नौजवानों के लिए नौकरियां और रोजगार के लाखों अवसर बनेंगे। इदानी മോദിയുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം മോദിയുടെ മൂന്നാം സർക്കാർ, ആ സർക്കാരിനെ പറ്റിയിട്ടുള്ള നിരവധി തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാം സർക്കാർ, മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ടേം, ആ മൂന്നാമത്തെ ടേമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഈ നമ്മുടെ സർക്കാരിന്റെ മൂന്നാമത്തെ ടേമിൽ അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധം കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്ക് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കേണ്ടി വരും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 25 കോടിയിലധികം ആളുകളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. മൂന്നാമത്തെ ടേമിൽ ഇനിയും നിരവധി കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഇനി വരാൻ പോകുന്ന മൂന്നാമത്തെ സർക്കാരിൽ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥിതിയെക്കുറിച്ച് എങ്ങനെ LDFും UDFും ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായി മാറി എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അടുത്ത സർക്കാർ, നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിലുള്ള ഊന്നലായിരിക്കും അടുത്ത സർക്കാരിന്റെ ലക്ഷ്യം. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് പുതിയ വഴി തുറക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. നമ്മുടെ മൂന്നാം സർക്കാർ, ആ സർക്കാർ സെമി കണ്ടക്ടർ മുതൽ ഹൈഡ്രജൻ വരെയുള്ള, ഗ്രീൻ ഹൈഡ്രജൻ വരെയുള്ള വിവിധ മേഖലകളിലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരിക്കും. ആ മേഖലകളിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിരവധി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി.